ശരീരത്തിൽ ഒരു കുഷ്ഠരോഗത്തിൻ്റെ വടിവുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഒറ്റപ്പെടൽ എത്ര വലുതാണ്. ആ വ്യക്തിയെ ആരും അടുപ്പിക്കത്തില്ല. അപ്പൻ അടുപ്പിക്കത്തില്ല, അമ്മ അടുപ്പിക്കത്തില്ല, ഭാര്യ അടുപ്പിക്കത്തില്ല, ഭർത്താവ് അടുപ്പിക്കത്തില്ല, മക്കൾ അടുപ്പിക്കത്തില്ല, സഹോദരങ്ങൾ അടുപ്പിക്കത്തില്ല. അവർ ഒറ്റപ്പെടുത്തി പാളയത്തിന് പുറത്ത് വലിച്ചെറിയേണ്ടി വരുന്നു. ആമേൻ. അവിടെയാണ് യേശു കടന്നു ചെന്നത്. യേശുവിന് യെരുശലേമിൽ ഇരിക്കാം, അല്ല ശമരിക്കകത്തൂടെ പോകാം. ആമേൻ, സ്തോത്രം. യെരുശലേമിനകത്തൂടെ പോകാം. പക്ഷേ രണ്ടിന് ഇടയ്ക്കൂടെ പോയത് എന്തിനെന്നറിയാമോ? ഒറ്റപ്പെട്ട്, വേദനപ്പെട്ട്, ആശ്രയമറ്റ്, ആദരവറ്റ്, ആരുടെയും കണ്ണുകൾക്ക് ദയ തോന്നാതെ ഇതാ കുറെ എണ്ണ അവിടെ കിടപ്പുണ്ട്. അവരെ തേടിയാണ് എൻ്റെ യേശു സ്വർഗം വിട്ട് ഭൂമിയിൽ വന്നത്. അവർക്ക് വേണ്ടിയാണ് യേശു ആ വഴിയായി പോയത്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങൾക്കൊരു നല്ല വാർത്ത തരികയാണ്. കുടുംബക്കാർ നിങ്ങളെ ഒറ്റപ്പെടുത്തിയോ? മനുഷ്യർ നിങ്ങളെ ഒറ്റപ്പെടുത്തിയോ? ഭർത്താവ് നിങ്ങളെ ഒറ്റപ്പെടുത്തിയോ? ഭാര്യ നിങ്ങളെ ഒറ്റപ്പെടുത്തിയോ? നിങ്ങളെ സഹായിപ്പാൻ ആരുമില്ലാതെയായോ? കയറിക്കിടക്കാൻ വീടില്ലാതെയായോ? ആമേൻ. ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ട് എനിക്ക് ജീവിത മാർഗമെല്ലാം അടയപ്പെട്ട് എന്നെ ആരും സഹായിപ്പാനില്ലാതെ ഒറ്റപ്പെട്ട് വേദനപ്പെട്ട് ആമേൻ കരഞ്ഞ് കരഞ്ഞ് കഴിയുന്ന ഏതോ ചില വ്യക്തികൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, കരയേണ്ട, നിന്നെ തേടി അത്രേ ഞാൻ വന്നിരിക്കുന്നത്.